നമ്മളിൽ പലരും പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയത് കൂട്ടെ ഒന്ന് ജീവിക്കാനായിട്ട് ഒന്ന് മൂവ് ഓൺ ആവാനായിട്ട് പോലും തന്നെ വളരെ കഷ്ടപ്പെടുന്നൊരു കാര്യം എന്താ പറയുക, ട്രോമയാണ്. പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ട്രോമ, ആ ഒരു മെമ്മറീസ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ ഒരു ട്രോമയെക്കുറിച്ചാണ്. നമ്മളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ, നമ്മളുടെ എക്സ് ഉണ്ടാക്കിയ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ആ ഒരു ട്രോമയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിലൊക്കെ നമുക്കൊന്ന് പുറത്ത് കിടക്കണ്ടേ? യെസ്, ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ ഒരു ട്രോമ എന്ന് പറയുന്നത്. ഒരുപാട് സമയമെടുക്കും. അതിപ്പോൾ 2 മാസത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും 10 വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതൊക്കെ മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ തന്നെ ഇതിപ്പോൾ അത്രയല്ലേ ആയല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഇതിന് 2 മാസം എങ്ങാണ്ട് ആയല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട്, എന്നിട്ട് ഇത്രയും ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കാറുണ്ട്. ഗൈസ്, ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവരത്രയും വാല്യൂ കൊടുത്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ആ ഒരു സമയത്ത് അവർ ഇട്ടേച്ച് പോകുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ആ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിപ്പോൾ 2 മാസത്തെ ആയാലും 10 വർഷത്തെ ആയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഇനിയിപ്പോൾ വേറൊരു കാര്യം എടുക്കുകയാണ്. ഒരു എക്സാം വന്നു, എക്സാമിന് ഞാനും ഫെയിലായി, നിങ്ങളും ഫെയിലായി. എനിക്ക് ഫീൽ ചെയ്യുന്ന പോലെ ആയിരിക്കും നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക, അല്ലല്ലോ? സെയിം പ്രോസസ്സാണ്. അതായത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും എടുക്കുന്നുണ്ടാവുക. അവരുടെ മെൻ്റൽ ഹെൽത്ത് ഡിപ്പെൻഡൻസ് ചെയ്തിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക. സോ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതേപോലെ ഒരു കാര്യം പറയുന്ന സമയത്ത് അതൊന്ന് കേൾക്കാനായിട്ട് ഒന്നിരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയണ്ടാവില്ല. ലെറ്റ് ദം ഫീൽ ദാറ്റ് യു ആർ ദർ ഫോർ ദം. ആൻഡ് അതെത്രമാത്രം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അതെനിക്കറിയാം. കാരണം ഞാൻ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനുമായിട്ട് ഞാനിങ്ങനെ ഡെയിലി കോൺടാക്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ അന്ന് അവൻ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടിരുന്നു. ഐ ഡോണ്ട് നോ എത്രമാത്രം ആ ഒരു ഡേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ആ ഒരു ടൈം എനിക്ക് മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അവൻ എന്നെ കേൾക്കുന്നു, ഞാൻ കരയുന്നു. എവറിത്തിങ് വാസ് ലൈക്ക് എ ബിഗ് റിലീഫ് ഫോർ മീ. ഓക്കെ, നമ്മൾ പറഞ്ഞ് എവിടെയോ എത്തിയല്ലേ. ഓക്കെ, യെസ്, ട്രോമ എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി പല റീസൺസാണ്. അല്ലെങ്കിൽ മെയിൻലി അബ്യൂസീവായിട്ടുള്ള ബിഹേവിയർ, അത് ഫിസിക്കലി ആവട്ടെ, സെക്ഷലി ആവട്ടെ, ഇമോഷണലി ആവട്ടെ, എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ആവട്ടെ. ടു ബി ഹോണസ്റ്റ്, ഇതെല്ലാം റിസൾട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പുതിയ റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്കാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ്. നിങ്ങൾക്ക് വേറൊരാളെ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, പുതിയ ഒരാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, എത്ര പ്രശ്നം പിടിച്ച പരിപാടിയാണിത്. നമ്മുടെ ലൈഫൊന്ന് മുന്നോട്ട് പോകും. വി ഹാവ് ടു മൂവ് ഓൺ. നമ്മൾക്ക് വേണ്ടി ഡ്രീം ചെയ്ത കുറേ കാര്യങ്ങളില്ലേ, ആഗ്രഹിച്ചൊരു കരിയറില്ലേ, ലൈഫില്ലേ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് പിടിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ഒരു PTRS, പോസ്റ്റ് ട്രോമാറ്റിക് റിലേഷൻഷിപ്പ് സ്ട്രെസ്, ഇതുണ്ടാക്കാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് പറയാം. കുറച്ച് കോമൺ സിംറ്റംസ് പറയാം. സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഓർ ലോ ലിബിഡോ, നിങ്ങളുടെ സെക്ഷുവൽ ഇൻട്രസ്റ്റൊക്കെ പോകുന്ന അവസ്ഥ എന്നുള്ളത്. ഈ ഇമോഷണൽ കണക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ ഈ ഒരു ഫിസിക്കൽ കണക്ഷൻ. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ എക്സ് നിങ്ങളുടെ അടുത്ത് മുന്നേ ഉണ്ടായ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കലി ഹേർട്ട് ചെയ്തേക്ക് നിങ്ങളുടെ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിനൊക്കെയുള്ള ആ ഒരു ഇൻട്രസ്റ്റൊക്കെ ഇല്ലാണ്ടാക്കും എന്നുള്ളത്. പുതിയ റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ പറഞ്ഞ എക്സ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും എല്ലാത്തിനോടും. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്, ലോവർ സെൽഫ് എസ്റ്റീം എല്ലാം കാരണങ്ങളാവും. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ്, അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ വേ എന്നുള്ളത്, ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളത്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് എക്സ്ട്രീം ആവുമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഈ പറഞ്ഞ മെഡിക്കേഷൻസിലേക്കൊക്കെ പോവുക, മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും മെഡിറ്റേഷൻസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇൻസോംനിയ. യെസ്, നമുക്ക് ഉറക്കമുണ്ടാവില്ല എന്നുള്ളത്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മളിങ്ങനെ കുറേ ദിവസം ഇതേപോലെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത്. ചില സമയത്ത് ഇങ്ങനെ ഞെട്ടി എണീക്കുന്നത്, പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത രാത്രി ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് ഞെട്ടി എണീക്കും. പിന്നെ ഇനിയും നേരം വിളിക്കാൻ ഇത്രയും സമയമുണ്ട്, പക്ഷേ എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോൾ എനർജീനെ തന്നെ ബാധിക്കും. നിങ്ങൾക്കറിയാലോ, ആസ് എ നോർമൽ പേഴ്സൺ നിങ്ങൾ ഒരു ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസത്തെ അവസ്ഥ എന്തായിരിക്കും?
ഒരു എനർജി ഉണ്ടാവും വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാനോ ഒക്കെ. സെയിം കാര്യമാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാക്കുക. എപ്പോഴും അതുപോലെ ഉറങ്ങാനായിട്ട് നോക്കുക എന്നുള്ളത്, ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിക്കുമ്പോൾ അതൊക്കെ അളവ് കുറയ്ക്കുക. അത് നമ്മളെ ഉറക്കത്തിൽ ബാധിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ കഴിവതും ഒഴിവാക്കുക ആണ് നല്ലത് എന്നുള്ളത്. രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് കുറക്കാം. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ഇതൊക്കെ ഫണ്ണായിട്ട് തോന്നും, പക്ഷേ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ബ്ലെയിമിങ് അവർ സെൽഫ് ഫോർ ദെയർ പീസ്. അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നിട്ട് കൂടി നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. കുറച്ചുകൂടെ ഹാർഡ് വോയിസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞ് താഴ്ത്തി നമ്മളെ വാല്യൂ നമ്മൾ തന്നെ ഇല്ലാണ്ടാക്കും എന്നുള്ളത്. സീരിയസ്ലി ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു കാര്യത്തിനും സ്വയം വാല്യൂ ഇല്ല എന്നുള്ള തോട്ട് കൊണ്ടുവരരുത്. നിങ്ങളത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ എന്ത് വിചാരിച്ചാലും നമ്മളതൊന്നും ചെയ്യാനായിട്ടോ അതൊന്നും നടക്കണം എന്നൊന്നുമില്ല. സോ പ്ലീസ് ബി അവെയർ ഓഫ് ഇറ്റ്. പിന്നെ നോർമലി കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ആങ്സൈറ്റി, അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് എന്നുള്ളതൊക്കെയാണ്. ചില കാര്യങ്ങൾ ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് കേൾക്കുന്നത് പോലും നമ്മൾ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും എന്നുള്ളത്. നമ്മൾ ഓക്കെ ഇനി ഒന്നും ഇല്ല എന്നുള്ള തോട്ട്സിലേക്കൊക്കെ പോകാറുണ്ട്. എല്ലാം തീർന്നു എന്നാണ്, ഇനിയൊന്നും നമ്മുടെ ലൈഫിന് മുന്നോട്ടില്ല എന്നുള്ള തോട്ട്സൊക്കെ നമ്മൾക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അവരോട് ഒരിക്കൽ പോലും ക്ഷമിക്കാൻ പറ്റാത്തത്ര ദേഷ്യം എല്ലാം കൂടെ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവാത്ത അവസ്ഥ എന്നുള്ളത്. സോ നമുക്കിതിൽ നിന്നൊക്കെ മാറണ്ടേ. നമുക്ക് ഒരു നല്ല ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ജീവിക്കണ്ടേ. ബിഫോർ ദാറ്റ് ലെറ്റ്സ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഹായ്. എത്ര നാളായി ഇഷ്ടം സമാധാനത്തിൽ ഒന്ന് തുറന്ന് ചിരിച്ചിട്ട്. നിങ്ങളുടെ കയ്യിൽ ഫോണിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓപ്പൺ ചെയ്ത് ഫ്രണ്ട് ക്യാമറ എടുത്ത് നോക്കി, എന്ത് ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ ചിരിക്കുക പോലും ചെയ്യാതെ മുഖമൊക്കെ ഇങ്ങനെ കല്ല് പോലെയായി. ഒന്ന് ചിരിച്ചേ, എന്താണ് ചുമ്മാ ഒന്ന് ആ ചിരിയൊക്കെ ഒന്ന് അനക്കി നോക്കി, ചുണ്ടൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് കേട്ടോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരിയൊക്കെയുള്ള ആളാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ശരി തരാം കേട്ടോ. പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ വരാം. സോ നമ്മളുടെ ഇപ്പോൾ ഈ ഒരു കാണാൻ ശ്രമിച്ച ആ ഒരു ചിരിയുണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ഫ്രണ്ട് ക്യാമറയിൽ ഇപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു ചിരിക്കാനായി ശ്രമിച്ച ആ ഒരു ചിരിയുണ്ടല്ലോ, അത് കാണാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട് അറിയുമോ ലോകത്ത്. അമ്മ, അച്ഛൻ, സിബ്ലിങ്സ് അവരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ മുന്നിൽ താനിങ്ങനെ കരഞ്ഞിരിക്കാൻ പോവുകയാണ്. ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ട് അവർ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പറയുന്നതൊക്കെ നമ്മളെ കേൾക്കണ്ടേ. ഹായ്, ഇതാണ് എൻ്റെ മകൾ, അവൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കണ്ടേ. എന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത്ര ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി. ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഓക്കെ, ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നല്ല കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അത്ര ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ബുദ്ധിമുട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ജെന്യുവൻ കണക്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പി ഹ്യൂമൻ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഇടയിലോട്ട് ഒരു പ്രൊമോഷൻ എന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ തിരിച്ചു വരാം. സംസാരിക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാർ കിട്ടിയില്ല, ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി നമുക്ക് എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ജഡ്ജ് ചെയ്യാത്ത ഒരു ബ്യൂട്ടിഫുൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ പേഴ്സൺ, നിങ്ങൾ എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ നീഡ് എന്താണെന്നല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് അവർക്ക് ഫീൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർട്ട്, മ്യൂസിക്, റൈറ്റിംഗ്, പോഡ്കാസ്റ്റിംഗ്, അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന പല കവികളും അല്ലെങ്കിൽ പല സാഹിത്യകാരന്മാരൊക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പെയിനിൽ നിന്നായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പെയിനായിരുന്നു അവരുടെ ഫ്യൂവൽ എന്നുള്ളത്. ടു ബി ഹോണസ്റ്റ്, ഈവൻ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അക്ഷയ് പ്രകാശ് പോലും പല എപ്പിസോഡ്സും പല റീൽസും ഒക്കെ ചെയ്തത് സെയിം പെയിൻ ഉള്ളിൽ വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ്സ് എ റിയാലിറ്റി. ഈ ജേർണി നമ്മളത് എൻജോയ് ചെയ്യണം എന്നുള്ളത്, എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ഇതൊന്നും തീർന്നു കിട്ടിയാൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒരിക്കലും പിടിച്ചാൽ കിട്ടുമല്ലോ. വി വിൽ റോക്ക് ഇറ്റ്. ആൻഡ് നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാം കയറി ഓക്കെ പറഞ്ഞേക്കരുത്. ചിലപ്പോൾ ലാസ്റ്റ് അത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിക്കാം. ആൻഡ് ഓൾവേസ് ബി എൻഗേജ്ഡ് വിത്ത് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം, ഹോബീസ്, ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഒരു കാര്യം വെച്ച് നമ്മുടെ ലൈഫ് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത്, അനാവശ്യ തോട്ട്സിന് സമയം കൊടുക്കാതിരിക്കുക എന്നുള്ളത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ റൊട്ടീൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കൂ എന്നുള്ളത്. ഇതൊക്കെ നമ്മളൊന്ന് ഇരുന്ന് ശ്രമിച്ചാൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഞാനല്ലേ പറയണേ.
നല്ല കുട്ടിയായി എന്നാണ് പറഞ്ഞൊക്കെ കേക്ക്. തലമുത്ത ആൾ പറയുന്നു എന്നുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയണം. എവ്രിതിങ് വിൽ ബി ഓക്കെ. അയ്യ ഓക്കെ അല്ല, എവ്രിതിങ് വിൽ ഗെറ്റ് സൂപ്പർ, സീരിയസ്ലി. അപ്പോൾ പറഞ്ഞ പോലെ കേക്ക് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞോളണം എന്തായി കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, സോ ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.